എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മോഡലാണ് സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്നത്. സ്കോഡ കുഷാക്കിന് താഴെയായി പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ്. അതായത് പഞ്ചിന്റെയും ബ്രസ പോലുള്ള വാഹനങ്ങളുടെ ഒക്കെ ഒരു കോമ്പറ്റീറ്ററായിട്ടാണ് കൈലാക്കിന് സ്കോഡ അവതരിപ്പിച്ചിരിക്കുന്നത്. വില ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബേസ് വേരിയന്റിന് 7,89,900 രൂപയും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ 14,40,000 രൂപ ഷോറൂമിലാണ് വില വന്നിരിക്കുന്നത്. സോ സ്കോഡ ആയതുകൊണ്ട് നമുക്കറിയാം വില ഒരു പ്രീമിയം ലെവലിലായിരിക്കും കൊടുക്കുന്നത്. ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് അതുപോലെ തന്നെ അഫോർഡബിലിറ്റി ഒക്കെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. 14 ലക്ഷം രൂപയ്ക്ക് ടോപ്പ് എൻഡ് കിട്ടുമ്പോൾ എക്സ്ഷോറൂം വിലയാണ്. ഓൺറോഡ് ഇറങ്ങുമ്പോൾ ഒരു 16 ലക്ഷം രൂപ 17 ലക്ഷം രൂപ വരുന്ന സമയത്ത് ആ ഒരു സെയിം വിലയ്ക്ക് സെൽട്ടോസ് ക്രെറ്റ പോലുള്ള വാഹനങ്ങൾ നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് വലിയതോടുകൂടി നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത് വേറെ കാര്യങ്ങളാണ്. സോ നമുക്ക് ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 വേരിയൻസ് ആണുള്ളത്: ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് ആൻഡ് പ്രസ്റ്റീജ്. ഇതിൽ മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനിലാണ് നമുക്ക് ലഭിക്കുക. ആൻഡ് എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും കൊടുക്കുക. ആൻഡ് ഓട്ടോമാറ്റിക്, മാനുവൽ എന്നീ ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കും. ഓട്ടോമാറ്റിക് സ്കോഡയുടെ വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ക്വാളിറ്റിയുള്ള ഒരു സ്കോഡ ഒരു DSGO അല്ലെങ്കിൽ ടോർക്ക് മോട്ടോർ ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കും. ആൻഡ് ബേസ് വേരിയന്റിലേക്ക് വരുവാണെങ്കിൽ ക്ലാസിക് എന്നാണ് ബേസ് വേരിയന്റിന്റെ പേര്. ആൻഡ് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഈവൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റമോ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 4 എയർ ബാഗ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, LED റിഫ്ലക്ടർ, ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. LED ക്യാബിൻ ലൈറ്റും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും ഫോളോ മൈ ഹെഡ് ലാമ്പ് ഫംഗ്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 16 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. വീൽ കവേഴ്സ് വരുന്നുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആണ്. സോ ബാക്കി കാര്യങ്ങൾ ഈ ഫോട്ടോയിൽ ബാക്കി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വേരിയന്റ് ആണ് ക്ലാസിക് എന്ന് പറയുന്നത്. ആൻഡ് ഇനി സിഗ്നേച്ചർ സെക്കൻഡ് വേരിയന്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സപ്പോർട്ട് ചെയ്യും. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 16 ഇഞ്ചിന്റെ സിൽവർ അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻ മെറ്റാലിക് ഡീറ്റെയിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. USB-C പോർട്സ്, ചാർജിംഗ് പോർട്സ് വരുന്നുണ്ട്. റിയർ AC വെൻസ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഡ്രൈവർ സൈഡിൽ വൺ ടച്ച് ആയിട്ട് ഡൗൺ വരുന്ന വിൻഡോസ് വരുന്നുണ്ട്. പാസഞ്ചർ വാനിറ്റി മിറർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. ആൻഡ് പാഴ്സൽ ട്രേയും സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചറിൽ വരുന്നുണ്ട്. ഇതിന്റെ മാനുവലിന്റെ വില എന്ന് പറയുന്നത് 9,59,900 രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് പോകുകയാണെങ്കിൽ 10,59,900 രൂപ ഈ ഒരു വേരിയന്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇനി തേർഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ പ്ലസിലേക്ക് പോകാം. സിഗ്നേച്ചർ പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് മാനുവലിന്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് 11,40,000 രൂപയാണ്. ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിലേക്ക് പോകുകയാണെങ്കിൽ 12,40,000 രൂപയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. റിയർ ക്യാമറ വരുന്നുണ്ട്. 10 ഇഞ്ചിന്റെ വലുപ്പമുള്ള ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് 60-40 സ്പ്ലിറ്റ് റേഷ്യോ ഉള്ള സെക്കൻഡ് റോയിൽ സീറ്റ് വരുന്നുണ്ട്. ഓട്ടോ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. പവർ ഫോൾഡിംഗ് മിറേഴ്സ് വരുന്നുണ്ട്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിൻഭാഗത്ത് ആംറെസ്റ്റും വരുന്നുണ്ട്. സോ ഡാഷ്ബോർഡിലും നമുക്ക് പുതിയൊരു ട്രിം വരുന്നുണ്ട്. 8 ഇഞ്ചിന്റെ LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ആൻഡ് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഗിയർ നോബ് വരുന്നുണ്ട്. ക്രോം ക്യാബിൻ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് എലമെന്റ് ആയിട്ടും ഈ ഒരു തേർഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ പ്ലസിലേക്ക് വരുന്നുണ്ട്. സോ ഇനി നാലാമത്തെ വേരിയന്റ് ആയിട്ടുള്ള പ്രസ്റ്റീജിലേക്ക് പോവുകയാണ്. അതായത് ടോപ്പിന് വേരിയന്റ് ആണ്. അതിന്റെ മാനുവലിന്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് 13,35,000 രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 14,40,000 രൂപയാണ് അതിന്റെ വില വരുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ടോപ്പ് എൻഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് വരുന്നുണ്ട്. പാർലി ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്. വയർലെസ് ഫോൺ ചാർജർ വരുന്നുണ്ട്. 6 രീതിയിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പാസഞ്ചറും ഡ്രൈവറിന്റെയും സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലെതർ അപ്ഹോൾസ്റ്ററി ആണ് വരുന്നത്. LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഡിവൈസ് ലാമ്പും വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. ക്രോം ഹാൻഡ് ബ്രേക്ക് ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. 17 ഇഞ്ചിന്റെ അലോയ് വീൽ ഡിസൈൻ നമുക്ക് വരുന്നുണ്ട്.
LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, LED ഫോഗ് ലാംപ്സ്, റിയർ വൈപ്പർ ആൻഡ് വാഷർ, കോർണറിംഗ് ലൈറ്റ്സ്, ഓട്ടോ ഡിമ്മിങ്, ഇൻസൈഡ് വ്യൂ മിററും വരുന്നുണ്ട്. സോ ഇതാണ് ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള പ്രസ്റ്റീജിലേക്ക് വരുമ്പോൾ. ഇത്രയും 4 വേരിയൻസ് ആണ് പറഞ്ഞത്. 4 വേരിയൻസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എക്സ്ഷോറൂം വിലകളാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു 2 ലക്ഷം രൂപ എന്താണെങ്കിലും ഈ ഒരു എക്സ്ഷോറൂമിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് സ്കോഡ കൈലാക്കിൻ്റെ ഏത് വേരിയൻ്റ് ആണ് വാങ്ങേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, ടർബോ പെട്രോൾ മാനുവലിലേക്ക് വരുവാണെങ്കിൽ 7,89,000 രൂപയുടെ ബേസ് വേരിയൻ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുക. ടർബോ പെട്രോൾ മാനുവലിലേക്ക് വരുവാണെങ്കിൽ ആൻഡ് സിഗ്നേച്ചർ പ്ലസ് സെക്കൻഡ് വേരിയൻറ്റ് 9,59,000 രൂപയുടെ സെക്കൻഡ് വേരിയൻ്റ് ആണ് കുറച്ചുകൂടി റെക്കമെൻഡഡ് ആയിട്ട് വരുന്ന ആ ഒരു പ്രൈസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ 10,59,000 രൂപയുടെ സിഗ്നേച്ചർ എന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റ് വേരിയൻസുകൾ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, പ്രൈസും കുറവാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കോഡ എന്നുള്ള ഒരു ജർമ്മൻ ബ്രാൻഡിനെ അപേക്ഷിച്ച് മറ്റുള്ള ബ്രാൻഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് കുറവായതുകൊണ്ടാണ് ഈ ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ ഈ ഒരു രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വേരിയൻസ് എന്താണ് സ്കോഡ കൈലാക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഈ ഒരു പ്രൈസും ഈ ഒരു വേരിയൻറ്റും ഈ ഒരു ഫീച്ചേഴ്സും നോക്കുമ്പോൾ നിങ്ങൾക്കിത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് മെയിൻ്റെനൻസ് ഫ്രണ്ട്ലിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുമോ എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് ഇതല്ല എങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റേത് വാഹനമാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.